കണ്ണൂർ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകാൻ വേണ്ടി പോകുകയാണ്. ഇപ്പോൾ ട്രൂ മീഡിയ കേരള വന്നെത്തിയിരിക്കുന്നത് ജവഹർ പാർട്ടി ഓഫീസിന് മുന്നിലാണ്. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഉളിക്കൽ. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ദൃശ്യങ്ങളൊക്കെ കണ്ടു. നേതാക്കന്മാരും അണികളും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികളൊക്കെ നമ്മുടെ പാർട്ടി ഓഫീസിന് മുന്നിൽ തന്നെ നിരന്നിട്ടുണ്ട്. ഇപ്പോൾ KPCC മെമ്പറും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന നമ്മുടെ PC ഷായ് സാർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാറേ നമസ്കാരം. അപ്പോൾ വളരെ സന്തോഷത്തിലാണ് അണികളും എല്ലാവരും ഉള്ളത്, സ്ഥാനാർത്ഥികളൊക്കെ ഉള്ളത്. എങ്ങനെയായി നമ്മുടെ ഒരുക്കങ്ങളൊക്കെ ഇന്ന് നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ വേണ്ടി പോവാണ്? ഉളിക്കൽ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഐക്യ ജനാധിപത്യ മുന്നണി അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം നേടാൻ വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഈ ഓഫീസും പരിസരവും ഇത് നോമിനേഷൻ കൊടുക്കുന്ന വേളയിൽ തന്നെ UDFിൻ്റെ പ്രവർത്തകരും നേതാക്കളും സ്ഥാനാർത്ഥികളെ കൊണ്ട് നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് ഇവിടെ കാണുന്നത്. 22 സീറ്റിലും ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിക്കും. മുന്നണിയിലെ സീറ്റ് വിഭജനം വളരെ കൃത്യമായ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സാധിച്ചു. മുന്നണി കക്ഷികളെല്ലാം തന്നെ അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 22 സ്ഥാനാർത്ഥികളും ഇന്ന് ഈ ഓഫീസിൽ നിന്ന് അല്പസമയത്തിനുള്ളിൽ ഒരു ജാഥയായി പഞ്ചായത്ത് ഓഫീസിലേക്ക് പോയി അവിടെ നോമിനേഷൻ കൊടുക്കുകയാണ്. 22-ാം തീയതി സ്കൂട്ടണിയാണ്. അതിനുശേഷം ആ ദിവസം തന്നെ ഐക്യജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് തല കൺവെൻഷൻ ഉളിക്കൽ ചോയ്സ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് നടത്തുകയാണ്. സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കുന്ന നൂറുകണക്കിന് UDF പ്രവർത്തകർ പങ്കെടുക്കുന്ന കൺവെൻഷനോടുകൂടി ജനാധിപത്യ മുന്നണിയുടെ ഈ പഞ്ചായത്തിലെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുകയാണ്. 22 വാർഡുകളിലും UDFിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ ഞങ്ങൾ നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കൺവെൻഷനുകൾ ഇപ്പോൾ 5 വാർഡുകളിൽ ഞങ്ങൾ നടന്നു കഴിഞ്ഞു. ബാക്കി വാർഡുകളിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പൂർത്തീകരിക്കുന്നതോടുകൂടി സ്ക്വാഡ് വർക്കിലേക്ക് നീങ്ങുകയാണ്. മുഴുവൻ സ്ഥാനാർത്ഥികളും 2 ദിവസം കൊണ്ട് ആദ്യ റൗണ്ട് ഭവന സന്ദർശനവും വോട്ടർമാരെ കണ്ട് വോട്ട് ചോദിക്കുന്ന പ്രവർത്തനം ഞങ്ങൾ നടത്തുകയാണ്. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഐക്യ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഞങ്ങളുടെ മുന്നണി ഒറ്റക്കെട്ടാണ്, പാർട്ടി ഒറ്റക്കെട്ടാണ്. സ്ഥാനാർത്ഥികളെല്ലാവരും പ്രഗത്ഭരായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ മുന്നണി കളത്തിലിറക്കിയിട്ടുള്ളത്. അവരെല്ലാവരും ഈ സമയം കൊണ്ട് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടു കൂടി തന്നെ ജനമനസ്സിൽ ഇടം നേടിക്കഴിഞ്ഞു. 22 സീറ്റും നേടിക്കൊണ്ടുള്ള ഒരു ചരിത്ര വിജയമാണ് ഇത്തവണ ജനാധിപത്യ മുന്നണി ലക്ഷ്യമിടുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ നടന്നടുക്കുക തന്നെ ചെയ്യും. കഴിഞ്ഞ 25 വർഷക്കാലം ഈ പഞ്ചായത്ത് രൂപീകൃതമായതിനു ശേഷം 5 ഭരണസമിതികൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതികളാണ് ഈ പഞ്ചായത്തിന് നേതൃത്വം കൊടുത്തത്. ആ കാലങ്ങളിൽ നടന്നിട്ടുള്ള സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. കഴിഞ്ഞ 5 വർഷക്കാലവും വളരെ നല്ല പ്രവർത്തനങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെ ചലിച്ച ഒരു ഭരണസമിതിയും അതിനോട് ജനങ്ങൾ കാണിച്ചിട്ടുള്ള വലിയ ഒരു പിന്തുണയും കൂറും ഈ തെരഞ്ഞെടുപ്പിൽ അത് വോട്ടായി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വോട്ടായി മാറുമെന്ന് ഞങ്ങൾ കരുതുന്നു. അതുപോലെ സംസ്ഥാന രാഷ്ട്രീയം, ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ജനദ്രോഹ നയങ്ങൾ, അഴിമതിയും കെടുകാര്യസ്ഥതയും അടക്കം സമസ്ത മേഖലയിലും പരാജയപ്പെട്ട കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരെയുള്ള അതിശക്തമായ ഒരു വിധിയെഴുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പഞ്ചായത്തിലടക്കം കേരളത്തിലെല്ലാ സ്ഥലങ്ങളിലും ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ പ്രതിഫലനം കൂടി ഉളിക്കൽ പഞ്ചായത്തിലുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചരിത്ര വിജയം 22 സീറ്റിലും ഐക്യ ജനാധിപത്യ മുന്നണി വിജയിക്കുന്ന ചരിത്ര വിജയത്തിലേക്കാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ സാറേ, താങ്ക് യു.